ധാർമ്മിക ബോധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആത്മബലമാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാകേണ്ടത്. നമ്മൾ സുഖം, സന്തോഷം ഇതൊക്കെ പുറമേ നിന്ന് കിട്ടുന്നതാണ് എന്ന് കരുതി അന്വേഷിക്കുന്ന സമയത്ത് അതൊക്കെ താൽക്കാലിക സുഖം മാത്രമേ തരുന്നുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടി കൂട്ടി വന്ന് പിന്നീട് അതിലൂടെ നമ്മൾ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് എന്താണ് സുഖം, എന്താണ് സന്തോഷം, എന്താണ് ആനന്ദം, ഇവ തമ്മിലുള്ള വ്യത്യാസം അത് കുട്ടികൾക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അപ്പോൾ ഈ മൂല്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന കഥകളൊക്കെ ആവട്ടെ, നമ്മൾ കഥകളായി മാത്രം തന്നെ കാണുകയാണ്. നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടികൾ കഥകൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ആ തത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ അവനവൻ്റെ ബലത്തെപ്പറ്റി പറയുമ്പോഴും അവനവൻ്റെ ഉള്ളിലെ മൂല്യബോധത്തെപ്പറ്റി പറയുമ്പോഴും നമ്മൾ എല്ലാവരും, അത് കുട്ടികളായാലും മുതിർന്നവരായാലും, ഇപ്പോൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ്. പലപ്പോഴും കുട്ടികൾ പഠിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ മാർക്ക് ഇത്രയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും ഉയർന്ന ജോലി വാങ്ങുന്നത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ട്, വിവാഹം കഴിക്കുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആത്മബലം, ഉള്ളിലേക്ക് നോക്കുക, ഇതൊക്കെ പറയുമ്പോഴും യാഥാർത്ഥ്യം ഇതാണ്. ഇതിൽ നിന്ന് എങ്ങനെ കുട്ടികളെ അവനവൻ്റെ ഉള്ളിലുള്ള ലോകത്തെ, അല്ലെങ്കിൽ അവനവൻ്റെ ഉള്ളിലുള്ള ഒരു മനസ്സിനെ, ഹൃദയത്തെ സംതൃപ്തിപ്പെടുത്താൻ എങ്ങനെ കുട്ടികളെ പരിശീലിപ്പിക്കാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു ലഹരി തേടി പുറമേക്ക് പോകുന്ന ആ കുട്ടികളെ സ്വയം ആനന്ദിക്കാൻ പരിശീലിപ്പിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ സ്വയം ആനന്ദിക്കുന്നവരായിട്ട്, സ്വയം സംതൃപ്തരായിട്ട് വളർത്താം, മറ്റ് വഴികളിലേക്ക് പോകാതെ അവരെ എങ്ങനെ രാഷ്ട്ര നിർമ്മാണത്തിന് ഉതകുന്ന ഉത്തമ പൗരന്മാരായിട്ട് വളർത്താം എന്നുള്ളത് അതുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ചർച്ച നമുക്ക് ഉപസംഹരിക്കാം എന്ന് തോന്നുന്നു. പിന്നീട് ഓഡിയൻസിന് ഈ ചർച്ചയിൽ പങ്കുചേരാം. അപ്പോൾ ഇതിനായിട്ട് എങ്ങനെ നമുക്ക് മറ്റ് വഴികളിലൂടെ കുട്ടികളെ ഒരു ഉത്തമ പൗരന്മാരാക്കി തീർക്കാം, ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ അവരെ നയിക്കാം എന്നുള്ളതിനെ പറ്റി പറയാനായി ക്ഷണിക്കുകയാണ്. എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോരുത്തരും ചെയ്യുന്ന, കുട്ടിയാണെങ്കിലും അതിന് ഇഷ്ടമുള്ളത് അതിനെ പഠിക്കാൻ സമ്മതിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിഷ്ടമുള്ളതല്ല, അവർക്കിഷ്ടമുള്ളത്. അപ്പൊ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ആ കുട്ടി ആനന്ദിച്ചത് പഠിക്കും, ആനന്ദിച്ച് ആ പ്രവൃത്തി ചെയ്യും. ഓരോരുത്തർക്കും, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. മനുഷ്യൻ ഒരു കഴിവുമില്ലാതെ ജനിക്കില്ല. പക്ഷെ അവൻ്റെ ആ കഴിവ് തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ മൊണാലിസ എന്ന് പറഞ്ഞ ചിത്രം വളരെ പ്രസിദ്ധമായ ചിത്രമാണല്ലോ. രണ്ടാമതൊന്നുകൂടി അത് വരയ്ക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് സാധിച്ചില്ല അത്രേ. എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ, അവനവന്റെ ആത്മാവിഷ്കാരമാണത്. ആത്മാംശത്തെ ആവിഷ്കരിക്കാൻ ഉള്ള ഒരു സന്ദർഭം ഒരു കുട്ടിക്ക് കിട്ടുന്നത് അതിൽ അഭിരമിക്കുന്ന വിഷയത്തിൽ അവന് ഒരു ഒരു സാഹചര്യം കിട്ടുമ്പോഴാണ്. ഇപ്പൊ പൂർണ്ണത്രയീശന്റെ വിഗ്രഹമുണ്ടാക്കിയ, ഞാൻ തൃപ്പൂണിത്തുറ ആയതുകൊണ്ട് ഞാൻ പറയാണ്, പൂർണ്ണത്രയീശന്റെ വിഗ്രഹമുണ്ടാക്കിയ മൂശാരി വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്നു അത്രേ. വിഗ്രഹത്തിന്റെ കണ്ണു തുറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല, വിഗ്രഹത്തിൽ അലിഞ്ഞു ചേർന്നു അത്രേ. എന്തുകൊണ്ടായിരിക്കും? അതായത് ആ ജോലിയും അദ്ദേഹവും തമ്മിൽ അത്രയേറെ രണ്ടല്ലാതായി മാറിയിരിക്കുന്നു.
അതിനെയാണ് ശരിക്കും ആനന്ദം എന്ന് പറയുക. അതായത് അവനവന്റെ പ്രവൃത്തി ആനന്ദമായി മാറുക. പിന്നെ മറ്റൊരാനന്ദം കണ്ടെത്തേണ്ട ആവശ്യം വരില്ല കുട്ടിക്ക്. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അംശമാണ്. നമ്മൾ പറയുന്നത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് കുട്ടി വേറെ വഴിയിലൂടെ പോകുന്നത്. കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ച്, കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിത്രം വരയ്ക്കാനാണ് അതിന് ഇഷ്ടമെങ്കിൽ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അതുകൊണ്ട് ജീവനോപാധി ഉണ്ടാക്കാൻ ആ കുട്ടിക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അവൻ്റെ ആത്മാവിഷ്കാരമാണ്, മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിയല്ല. അതായത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രവൃത്തിയാണ്. എല്ലാത്തിനെയും എൻ്റെ കർമ്മം ഞാനായി മാറുന്ന ഒരു സമയം വരും. അപ്പോഴാണ് എനിക്ക് എൻ്റെ പൂർണ്ണമായ ആവിഷ്കാരം സാധ്യമാകുന്നത്. അത് ഏത് തൊഴിലായാലും, ഏത് തൊഴിലും പൂർണ്ണമായ ആവിഷ്കാരം സാധിക്കുന്നത് ഞാനും ആ തൊഴിലും ഒന്നായി മാറുമ്പോൾ അതിനോടുള്ള ആത്മാർത്ഥതയാണ്. അപ്പം നമുക്ക് ഇന്ന് പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനാണ്? പൈസ കിട്ടാൻ, മാസത്തിൽ ശമ്പളം കിട്ടാൻ. അത് കിട്ടിയില്ലേ പിറ്റേ ദിവസം ജോലി അവസാനിപ്പിക്കും അല്ലേ? ഇനി അതല്ല, ജോലി അവസാനിപ്പിക്കാതെയും ഇങ്ങനെ ഇത് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ അധർമ്മമുണ്ട്, അനീതിയുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതിനൊക്കെ സഹിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ നമ്മളിങ്ങനെ നടക്കും, ഓരോന്നായിട്ട് ധർമ്മത്തിന് ച്യുതി വരുത്തിക്കൊണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ധാർമ്മിക അവബോധം കൂടുതലുള്ള ഒരാൾ, ഭർതൃഹരി പറയും, നിന്ദന്തു നീതി നിപുണാ യദിവാസ്തുവന്തു ലക്ഷ്മീ സമാവിശതു ഗച്ഛതു വാ യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു യുഗാന്തരേ വാ ന്യായാത്പഥ പ്രവിചലന്തി പദം നധീരാഹ. അതായത് നിന്ദന്തു നീതി നിപുണ, നീതി നിപുണനെ സ്തുതിക്കുകയോ പഴിക്കുകയോ ചെയ്യട്ടെ. പിന്നെയോ നിന്ദന്തു നീതി നിപുണ യദിവാസ്തുവന്തു ലക്ഷ്മീ സമാവിശതു, പൈസ വന്നോട്ടെ പോയിക്കോട്ടെ, ഗച്ഛതു വാ യഥേഷ്ടം അദ്യൈവ വാ മരണമസ്തു, ഇന്ന് മരിച്ചോട്ടെ, ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് മരിച്ചോട്ടെ, ഒന്നും വിഷയമല്ല. പിന്നെന്താ, ഇങ്ങനെയൊക്കെ ആയാലും ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ന്യായാത്പഥ പ്രവിചലന്തി പദം നധീരാഹ, ന്യായമായ മാർഗത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും ധീരനായ ഒരു മനുഷ്യൻ അടിപതറാതെ മുന്നോട്ട് നീങ്ങും എന്നാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മബലം എന്ന് പറഞ്ഞ സാധനം. ഇത് ഉണ്ടാകുന്നത് അവനവൻ്റെ ആത്മാവിഷ്കാരത്തിൽ നിന്ന് മാത്രമാണ്. ഈ ആത്മാവിഷ്കാരം നടത്താൻ, അതായത് എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ ആ പ്രവൃത്തിയിൽ അനിതര സാധാരണമായ വൈഭവത്തോടുകൂടി അവനവൻ്റെ അഭിരുചിയെ സന്നിവേശിപ്പിക്കുന്ന ഒരാൾക്ക് അതിനോടുള്ള ത്വര കൊണ്ട്, അതിനോടുള്ള ആർജവം കൊണ്ട്, അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ട്, അതുകൊണ്ടായിരിക്കണം ആ തൊഴിൽ അനുഷ്ഠിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ ഒരു ജീവിതം തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാനൊരു BSc കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞ് MA സംസ്കൃതം വ്യാകരണം എടുത്ത് പഠിക്കാൻ തുടങ്ങിയ ഒരു സ്റ്റുഡൻ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് കുറച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, ഇതായിരിക്കും വ്യാകരണം എന്ന് വിചാരിച്ചിട്ടാണ് വ്യാകരണം ക്ലാസ്സിൽ പഠിക്കാൻ പോയത്. സാറ് വന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരു അക്ഷരം പോലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ അഭിരുചിക്കനുസരിച്ചാണ് ഞാൻ അവിടെ പോയത്, സത്യമായിട്ട് ഞാൻ പറയാം. കാരണം സംസ്കൃതത്തോട് ഭ്രാന്ത് ഇളകിയിട്ടാണ് പോയത്. കാരണം കെമിസ്ട്രി മുഴുവൻ, അതായത് അവസാന കാലഘട്ടത്തിൽ ഒരു കോഴ്സിന് ചേർന്നു, അതായത് സംസ്കൃതം സംഭാഷണം നടത്തുന്ന ഒരു കോഴ്സിന് 10 ദിവസം കൊണ്ട് അച്ഛൻ അവിടെ കൊണ്ടാക്കി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് സെഷണൽ എക്സാമിനേഷൻ നടക്കുകയാണ് കെമിസ്ട്രി. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ ഒരുപാടുണ്ട്, ഈ വെക്കേഷൻ കഴിഞ്ഞാൽ എനിക്ക് ഈ പരീക്ഷ എഴുതാനുണ്ട്, ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, കെമിസ്ട്രി പഠിക്കാൻ ഇനിയും ഒരുപാട് സന്ദർഭം നിനക്ക് കിട്ടും, ഇത് പഠിക്കാൻ നിനക്ക് സന്ദർഭം കിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമായിട്ട് ഞാൻ പറയട്ടെ, വളരെ യാതൊരു താല്പര്യവും ഇല്ലാതെ അവിടെ പോയി ഇങ്ങനെ നിന്നു. ഇതിനകത്ത് പോയി നിന്നപ്പോൾ ഇവർ ഭയങ്കര സംസ്കൃതം, എന്താ സംസ്കൃതം ഇങ്ങനെ സംസാരിക്കുന്ന, എല്ലാവരും പറയുന്നത് മുഴുവൻ സംസ്കൃതം, വായെന്ന് വരുന്ന മുഴുവൻ സംസ്കൃതം. ഞാനിങ്ങനെ അന്താളിച്ച് നിന്ന് കുറേ നേരം. കാരണം എനിക്ക് സംസ്കൃതം അറിയാവേ, സത്യമായിട്ടും പറയാം. വീട്ടിൽ നിന്ന് എല്ലാ രൂപങ്ങളും അതിൻ്റെ സാധനങ്ങളും ഒരു 10 മിനിറ്റ് കിട്ടിയാൽ ഇത് വായിക്കാനും എഴുതാനും ഒക്കെ പറ്റും. പക്ഷെ ഇവർ പറയുന്നത് പോലെ വായയിൽ നിന്ന് ഇത് പ്രവഹിക്കില്ല.
അപ്പോൾ കുറേ ദിവസം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, ഈ പറയുന്ന മുഴുവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പിന്നെ ഇവർ പറയുന്നതിലുള്ള ഗ്രമാറ്റിക്കൽ എറേഴ്സ് അതുണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ ഞാൻ എന്താ പറയാണ്ടിരിക്കുന്നത്, എന്നെ പറയാൻ പിന്തിരിപ്പിക്കുന്ന വസ്തു എന്താണ് ചോദിച്ചാൽ ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ എന്നുള്ളതാണ്. അതായത് എൻ്റെ ഈഗോ, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല. അതായത് ഗ്രാമാറ്റിക്കലി എങ്ങനെ ഞാൻ സംസാരിക്കും. ഇപ്പം ഇംഗ്ലീഷിൽ ഹീ സ്റ്റുഡൻറ്റ് ഈസ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും. അങ്ങനെ ഇവർ പറയുന്ന മുഴുവൻ കണ്ടമാനം മിസ്റ്റേക്സ്. ഈ മിസ്റ്റേക്സ് എനിക്ക് മനസ്സിലാവും, കാരണം ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭാഷയുടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും സംസാരിക്കാൻ തുടങ്ങി. പൊട്ടത്തരാണെങ്കിൽ പൊട്ടത്തരം, സംസാരിക്കാനുള്ളൊരു അവസരം ഇല്ലാണ്ട് ഒരു ഭാഷ വലുതാവില്ലല്ലോ. ഈ പൊട്ടത്തരം സംസാരിച്ച് 10 ദിവസത്തിനുള്ളിൽ എനിക്കറിയാവുന്നതും കൂടി വെച്ച് വല്ലാതെ ഫ്ലുവൻ്റായി ഭാഷ ഫ്ലുവൻ്റ് ആയപ്പോൾ എൻ്റെ അഭിരുചി വ്യത്യാസം വന്നു. പിന്നെ എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ പറ്റുന്നില്ല. ക്ലാസ് പോയിരുന്നാൽ കെമിസ്ട്രി മുഴുവൻ സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. സത്യമായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അമ്മ ഒരു കെമിസ്ട്രി കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ഒരു കാരണവശാലും മാറാൻ സമ്മതിക്കില്ല. സംസ്കൃതം പഠിക്കാനോ വേറെ ഒന്നുമില്ലേ നിനക്ക് പഠിക്കാൻ? അല്ല, സംസ്കൃതം പഠിച്ചോളൂ, പഠിക്കുന്നതിനൊന്നും വിരോധമില്ല, പക്ഷെ മെയിൻ എടുത്ത് പഠിക്കാൻ പറ്റൂല. ഞാൻ വീട്ടിൽ സമരം തുടങ്ങി. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. അച്ഛൻ പറഞ്ഞു അയാൾക്ക് എന്താണ് ഇഷ്ടം അത് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറയട്ടെ, ചാടിയും പോയി. ക്ലാസ്സിലെത്തി, അവിടെ എത്തിയപ്പോൾ ഹലന്ത്യം, എനിക്ക് മനസ്സിലാവില്ല, എന്നാലും ഞാൻ പറയാം, ഉപദേശ അന്ത്യം ഹല ഇത്സ്യാത്. എന്ത് ഉപദേശം? ഉപദേശത്തിൽ അന്ത്യമായ ഹല്ല് ഇത്താണ്. ഇതാണ് സാർ ആദ്യം പറഞ്ഞത്. ഇത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോളൂ, ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞോളൂ. നമ്മുടെ ഉപദേശം മലയാളത്തിൽ മനസ്സിലാക്കുന്ന ഉപദേശമല്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ സാറേ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ധാതുസൂത്ര ഗണോണാദി വാക്യലിംഗാനുശാസനം ആഗമ പ്രത്യാദേശ. ഇതൊക്കെ എന്തെന്നാ ഇത് സാധനം? അതായത് ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഒരു വസ്തുവിൻ്റെ പോലും, ഒരു സംഗതി പോലും അറിയാതെ ഈ ക്ലാസ്സിൽ പകച്ചു നിന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടുന്ന് ഞാൻ നേരാവണ്ണം രക്ഷപ്പെടൂല. അതായത് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ ഇത് ഞാൻ പഠിച്ചേ മതിയാവും. അതായത് ഇത് സത്യമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. ഉണ്ണിയേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ണിയേട്ടൻ അറിയാം ആ സ്റ്റേജ് എന്താന്ന് കൃത്യമായിട്ട്. ഉണ്ണിയേട്ടൻ ആ ഇതിലുണ്ട്, പിന്നെ സഭയിൽ ഇരിപ്പുണ്ട്. അന്ന് അതിലുണ്ട്. ഉണ്ണിയേട്ടനൊക്കെ എന്നെ പ്രചോദിപ്പിച്ച ആൾക്കാരിൽ ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വിചാരിക്കും, ഇത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറയുന്ന ഒരു അക്ഷരം മനസ്സിലാവുന്നില്ല. 1 മാസം ഈ ക്ലാസ് ഞാൻ ഇരുന്നു, ഒരക്ഷരം എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇതുവരെ പഠിപ്പിച്ച ഒരക്ഷരം എനിക്ക് പിടികിട്ടിയില്ല. ഇത് കുറച്ച് മുമ്പേ പറയണ്ടേ കുട്ടിയെന്ന് ചോദിച്ചു. അപ്പം എന്ത് ചെയ്യാനാ, കുറച്ച് മുമ്പേ പറയാൻ ധൈര്യം അനുവദിച്ചില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ നമ്മുടെ വാസുദേവൻ പോറ്റി എന്ന് പറഞ്ഞ സാറിൻ്റെ പുസ്തകം എടുത്തു വെച്ചത് എൻ്റെ കഥ പറയാൻ വേണ്ടിയല്ല ഞാനിത് പറയണത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ എൻ്റെ ഹൃദയത്തേക്കാൾ കൂടുതൽ എൻ്റെ പ്രൊഫഷനെയും എൻ്റെ ഭാഷയെയും ഞാൻ സ്നേഹിക്കുന്നപ്പോൾ നാരായണി എടുത്ത് കയ്യിൽ വയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നത് അതിലെ വ്യാകരണ പ്രത്യേകതകളോട് കൂടിയുള്ള ശ്ലോകത്തിൻ്റെ ആത്മാംശമാണ് എന്ന് പറയാൻ, അതിനു വേണ്ടിയാണ്. അതായത് ഇത് എൻ്റെ മഹാത്മ്യം പറയല്ല. ഏതൊരു കുട്ടിക്കും അവനവൻ്റെ ആത്മാംശത്തെ ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവൻ ഇഷ്ടമുള്ളത് പഠിക്കുമ്പോഴാണ് എന്നാണ്. അപ്പം അതുകൊണ്ട് ഇത് പറയാനുള്ള ഏറ്റവും കൂടുതൽ ഒരു ഇതെനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്.